സ്വഹാബാ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ കടന്നു പോകുമ്പോ അല്ലാഹുവിലേക്കടുത്തോ, ആരുമില്ലാത്ത പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളില് നമ്മളെ കൊണ്ടുവെക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അവിടെ മലക്കുകളുടെ ചോദ്യങ്ങൾ വരുമ്പോ നല്ലതുപോലെ ഉത്തരം പറയാ നമ്മളെ കൊണ്ട് കഴിയണോ? അതിന് റബ്ബിലേക്ക് അടുക്കലാണ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതല, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ട് കടന്നു വരലാണ്. ഇതൊരു യാത്രയാണ് സഹോദരങ്ങളെ, താൽക്കാലികമായിട്ടുള്ള ഒരു യാത്രയാണ്. ഈ യാത്ര എപ്പോ വേണമെങ്കിലും അവസാനിച്ചു പോകാം. അതുകൊണ്ട് നന്മകൾ ചെയ്തോ. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ കാണാൻ നല്ല ചുറുചുറുക്കുള്ള ഒരു യുവാവ് കടന്നു വന്നിട്ട് പറയാ, അലിയാർ തങ്ങളെ, നല്ല ഭംഗിയുള്ള നല്ല മൊഞ്ചുള്ള ഒരു വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീടിൽ എനിക്ക് എഴുതി തൂക്കിയിടാൻ പറ്റുന്ന ഒരു 4 വരി കവിത എഴുതുമോ? അലിയാർ തങ്ങൾ പേനയും പേപ്പറും എടുത്തിട്ട് എഴുതുകയാണ്, ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി വഹിയ ഖബ്ലൽ മൗതി ബാനിഹാ വഇൻ ബനാഹാ ബിഖൈരിൻ താബ മസ്കനുഹു വഇൻ ബനാഹാ ബിശറിൻ ഖാബ ബാനിഹാ وعمل لدار غدا رضوان خازنها والجار أحمد ورحمن ناشيها. അലിയാർ തങ്ങളുടെ മുമ്പിൽ കടന്നു വന്ന ചെറുപ്പക്കാരനിക്ക് വേണ്ടിയിട്ട് അലിയാർ തങ്ങൾ എഴുതി കൊടുക്കുകയാ, ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗത്, മോനെ മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. ഇല്ലല്ലതി വഹിയ ഖബ്ലൽ മൗതി ബാനിഹാ, മരണത്തിന് മുമ്പ് നീ പണിതിട്ടുള്ള വീടല്ലാതെ അതേതു വീടെന്നറിയുമോ? നമ്മളും താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടല്ല. നമ്മുടെ നിസ്കാരങ്ങളാ, നമ്മുടെ നോമ്പുകളാ, നമ്മുടെ സ്വതക്കകളാ, നമ്മുടെ ഖുർആൻ ഓതലുകളാ, നമ്മുടെ ദിക്റുകളാ, ഈ പവിത്രമായ മജ്ലിസിൽ ഇരിക്കുന്ന ഇരുത്തങ്ങളാണ് നാളത്തേക്കുള്ള വീടെന്ന് പറയുന്നത്. മരണത്തിന് മുമ്പ് നീ ഉണ്ടാക്കിയ പണിതിട്ടുള്ള വീടല്ലാത്ത ഒന്നുമില്ല. ഇവിടെ വെച്ചുകൊണ്ട് നന്മകളുടെ വീടാണ് ഉണ്ടാക്കിയതെങ്കിൽ, നിസ്കരിച്ച് ഖുർആനോദി സ്വതക്ക ചൊല്ലിയ വീടാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അബ്ശിറൂ ബിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ സന്തോഷമുണ്ട്. ഫഇൻ ബനാഹാ ബിശർദിൻ ഖാബ ബാനിഹാ, ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് തിന്മകളാണ് ചെയ്തതെങ്കിലോ, ഉലൈക മഅവാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ. ഇവിടെ വെച്ചുകൊണ്ട് നന്മകളാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ നിങ്ങളുടെ വാസസ്ഥലം സന്തോഷാണ്. തിന്മയാണെങ്കിൽ ചെന്ന് കിടക്കണ സ്ഥലം മോശമാണ്. മോശമായ സ്ഥലത്ത് ഏതായാലും കിടക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ല. നാളെ അള്ളാഹു ചോദിക്കൂലേ, എടാ നിന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, എന്നെ വിളിക്കും നിങ്ങളോട് ചോദിക്കാൻ, നിസ്കാരത്തെ പറ്റി പറഞ്ഞില്ലേ, ദുആ ചെയ്യാൻ പറഞ്ഞില്ലേ, എന്തേ നിങ്ങൾ മടി കാണിച്ചത്? എത്ര നിസ്കാരം മുടക്കിയില്ലേ? ഇദാ ഉൽഖൂ മിൻഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈൽ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജു സഅലഹു ഖസനതുഹാ ألم يأتكم نذير قالوا بلى قد جاءنا نذير
نذير فكذبنا وقلنا ما نزل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മനുഷ്യന്മാരെ നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുന്ന നേരം അല്ലാഹ് ചോദിക്കാണ്, എടാ ചങ്ങായി, അലം നഅതികും നദീർ, ഇതൊക്കെ പറയാൻ നിനക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലേ? അള്ളാന്റെ ഖുർആനിലൂടെ പറഞ്ഞില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? എത്രയോ ആലിമീങ്ങൾ, താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ, ഔലിയാക്കൾ ഒക്കെ നിങ്ങളോട് പഠിപ്പിച്ചിട്ടില്ലേ? എന്തേ നീ ചെയ്യാത്തത്? നീ എന്തുകൊണ്ട് അനുസരിച്ചിട്ടില്ല? പടച്ചോന് ശരിയാണ്, മുന്നറിയിപ്പുകാരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളത് വലിയ കാര്യാക്കിയിട്ടില്ല. റബ്ബ് വിടോ? അള്ളാ ഉടൻ പറയുന്നുണ്ട്, للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا. വലിച്ച് നരകത്തിലേക്ക് ഇട്ടിട്ട് റബ്ബ് പറയുന്നുണ്ട്, ജസാഅൻ വിഫാഖ, അനുയോജ്യമായ ശിക്ഷ. നീ അത് ചെയ്യാത്തോണ്ടല്ലേ? ബാങ്ക് നിന്റെ കാതിൽ കേട്ടു, നീ പോയില്ലല്ലോ. നിസ്കരിക്കാൻ അവസരം ഉണ്ടായി, നീ ചെയ്തില്ലല്ലോ. സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ നിന്നിലേക്ക് വന്നു, നീ അള്ളാഹിലേക്ക് നീ ചോദിച്ചിട്ടില്ലല്ലോ. റബ്ബ് പറഞ്ഞില്ലേ, വാപ്പാരെ എന്ത് സങ്കടമുണ്ടോ ചോദിച്ചോ, നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചോ അല്ലേ? അലം നശ്റഹ് ലക സദ്റക് ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. നീ നിന്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ മൂട്ടിലെ പൊടിയും തട്ടി എഴുന്നേറ്റ് ഓടാനല്ല. ഇന്നിപ്പോ എല്ലാം ഓടാൻ. നോമ്പിന് പോലും ഒരു 5 മിനിറ്റ് കൊടുക്കാൻ നമുക്ക് സമയമില്ല. നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ അലസന്മാരാകരുത്. ഫൻസബ്, ഉഷാറാകണം, ഒന്ന് ആക്റ്റീവ് ആകണം. നമ്മളാണെങ്കിലും അല്ലാഹ് അൽഹംദുലില്ലാ 20 റക്അത്ത് കഴിഞ്ഞല്ലോ. ഏതെങ്കിലും പള്ളിയുടെ ഒരു മൂലയിൽ പോയി ചാരിയിരിക്കുക, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നിട്ട് അടുത്ത പിന്നെ കസേര കയറിയിരിക്കുക. കുറ്റപ്പെടുത്തല്ല. അല്ലാഹ് പറയാ, നിസ്കാരം കഴിഞ്ഞ് ആക്റ്റീവ് ആവും. ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോ റബ്ബിലേക്ക്. ഏത് സങ്കടമാണോ, ഏത് ടെൻഷനാണോ, റബ്ബിലേക്ക് ചോദിച്ചോളാനാ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്താൽ ഈ യാത്രയിൽ നമുക്ക് വിജയിക്കണ്ടേ? വെള്ള തുണി കൊണ്ട് പുതപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് രക്ഷപ്പെടണ്ടേ? അത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടുത്തെ ജീവിതം നൈമഷികമാണ്. നിങ്ങളുടെ കണ്ണു നിറയുന്ന ചരിത്രം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുക. ഇവിടുത്തെ ജീവിതം നൈമഷികമാണ്. കാലാകാലം ജീവിച്ചിരിക്കാനുള്ള സ്ഥലമല്ലേ? അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞു പോകുന്നത്, ഇവിടെ വെച്ചുകൊണ്ട് നാവ് പോലും സൂക്ഷിക്കാതെ കടന്നു പോയാൽ ആരെപ്പറ്റി എന്ത് പറയണമെന്ന് പോലും അറിയില്ലല്ലോ. കാണുന്നത് മുഴുവനും വിളിച്ചു പറയുന്ന കാലഘട്ടമാണ് എൻ്റെ ചെറുപ്പക്കാരാ. ഇന്റർനെറ്റിന്റെ കാലഘട്ടമല്ലേ പൊന്നുമോനെ? സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമല്ലേ? എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ തന്നെ അതൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മൾ കാണാത്ത കാര്യങ്ങളാണ്. പക്ഷേ അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവരെ കളിയാക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ചീത്ത വിളിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും ചിന്തിച്ചോ, അത് തെറ്റാണ് റബ്ബേ. ഒരാളെ പറ്റിയും എനിക്ക് പറയാധികാരമില്ല. അല്ലാഹുവേ, നീ മറച്ചു പിടിച്ചൊരു കാര്യം പരസ്യപ്പെടുത്താ എനിക്ക് കഴിയൂല അല്ലാ എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, പൊന്നുമോനെ, നിന്റെ വാട്സപ്പിലൂടെ കടന്നു വന്ന ഒരു മെസ്സേജ് അത് റബ്ബിന് വേണ്ടിയിട്ട് നീ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒരു ഓഫർ ഉണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അത് തെറ്റാണെന്നറിഞ്ഞിട്ട് ആ ഒരു തെറ്റിൽ നിന്ന് പിന്മാറിയാൽ ഒരു സ്വർഗമല്ല ചെറുപ്പക്കാരാ, റബ്ബ് നിനക്ക് ഓഫർ ചെയ്യുന്നത് 2 സ്വർഗമാണ്. അതുകൊണ്ട്
അഹ്മദു റഹ്മാനു നാശീഹാ. അതുകൊണ്ട് നിങ്ങൾ നന്മയിലേക്ക് വന്നോ. ഫഅമൽ ലിദാരിൻ ഗദൻ, നാളത്തേക്ക് വേണ്ടി പരിശ്രമിക്കുക. എന്താ നാളത്തേക്ക്? നാളത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുമ്പിൽ മലക്കുൽ മൗത്ത് വരുന്നൊരു സമയമുണ്ട്. ആ സമയം മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പരിശ്രമിക്കണം. ഇവിടെ വളരെ ചുരുക്ക സമയമേ, വളരെ ചുരുങ്ങിയ സമയം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നന്മകൾ നേടിയെടുക്കണം. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ലോകത്തിന്റെ തിരുദൂതരായ മുഹമ്മദ് മുസ്തഫ, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പറയില്ല, മനസ്സിൽ എനിക്കിവിടെ സ്വലാത്ത് കിട്ടണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നമ്മൾ സ്വലാത്ത് ചൊല്ലാതിരിക്കുക? എങ്ങനെയാണ് നമ്മളിപ്പോ സ്വലാത്ത് ചൊല്ലാതിരിക്കുക? ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞുള്ള നബിയല്ലേ, ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ, ഉരുകുമി പാപിതൻ വ്യഥയങ്ങു കേൾക്കില്ലേ, ഉലകിലിവൻ ചെയ്ത പാപം പൊറുക്കില്ലേ, ത്വാഹാ നബിയേ കനവിലു വരുമോ നിധിയേ. സ്നേഹാദ്രമാമെൻ്റെ കൽബും പൊട്ടി വേദന ചൊന്നു ഞാൻ അരുകിൽ എത്തി, തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റു പറഞ്ഞിന്ന നബിയിൽ തേടി. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ഹബീബിന്റെ ഒരു വാക്ക് ഇന്നുവരെ പാഴായി പോയിട്ടില്ല, ഒന്നും പാഴായി പോയിട്ടില്ല. നന്മയിലേക്ക് വരണം വാപ്പ, ചെറുപ്പക്കാര, നന്മയിലേക്ക് അടുക്കണം. കൂടെ കൂടെ ആവർത്തിച്ചു പറയണം. ഒരു ആവർത്തന വിരക്തി എന്ന് പറയാനല്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഷമീർ ദാരിമി അന്നാണ്, ഒരിക്കലും അല്ല. ഇവിടെ ഇരുന്ന ഒരു പ്രതിഫലം അള്ളാഹു തരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പാപങ്ങൾ പുറത്തു പോകുമെന്നൊരു പ്രതീക്ഷയുണ്ട്, ഇല്ലേ? അള്ളാഹുവിനെ പറ്റി പറയുന്ന മജ്ലിസിൽ നമ്മൾ ഇരിക്കുമ്പോ നമ്മുടെ പാപങ്ങളല്ലേ ചോർന്നു പോക, മലക്കുകളല്ലേ നമുക്ക് ദുആ ചെയ്യാ. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ വേണം നമ്മൾ ഇരിക്കാൻ. അള്ളാഹു ഇരിക്കുന്നവർക്ക് മുഴുവനും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. അള്ളാഹു എന്ത് രോഗം ഉണ്ടെങ്കിലും, ക്യാൻസർ പോലത്തെ രോഗത്തിന്റെ അണുക്കൾ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അള്ളാഹു ആ രോഗങ്ങൾക്ക് ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. അള്ളാഹുവിന്റെ നരകത്തിന്റെ ആയത്തുകൾ എന്റെ മുമ്പിൽ ഓതിയ ജിബ്രീൽ കരയാണ് അലൈഹിസ്സലാം. ആ സമയം ചോദിച്ചു, ജിബ്രീൽ നിങ്ങൾ എന്തിനായി കരയുന്നത്? ആ സമയം മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ഹബീബേ, ഞങ്ങളുടെ നേതാവായിരുന്നു ഇബ്ലീസ് ലഅനത്തുള്ള, അള്ളാന്റെ നരകത്തിന്റെ പടുകുഴിയില, അതുകൊണ്ട് എനിക്കും പേടിയാണ്. ഇത് പറഞ്ഞിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞത്. ജിബ്രീലിന്റെ കരച്ചിൽ കണ്ടിട്ടാണ് ഞാനും കരഞ്ഞു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞപ്പോൾ അലിയാർ നിങ്ങൾ കരഞ്ഞിട്ട് ചോദിച്ചു, വമൻ ഹജാ യാ റസൂലല്ലാഹ്, ഹബീബേ, ഇതിൽ നിന്ന് ആരെ നബിയെ രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അക്സിറു, നിങ്ങൾ അധികരിപ്പിക്കണം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ദിക്ർ, അക്സിറു, നിങ്ങൾ അധികരിപ്പിക്കണം. ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കണം. അള്ളാഹു ചൊല്ലുള്ള തൗഫീഖ് തരട്ടെ. നമ്മളൊക്കെ ചൊല്ലുന്നുണ്ട്, എന്നാലും കുറച്ചധികമായി ചൊല്ലുള്ള തൗഫീഖ് തരട്ടെ. അള്ളാഹു അങ്ങനെ ഓർമ്മിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മയിലൂടെ കടന്നു വന്നോ, ഇസ്തിഗ്ഫാറിലൂടെ കടന്നു വന്നോ. ആ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോ രണ്ടാമതായിട്ട് പറയുന്നത് ഇസ്തിഗ്ഫാർ ചൊല്ലാനാണ്. ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ട് സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറയാട്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ മാത്രമല്ല, അവൻ ഏതൊക്കെ ആഗ്രഹങ്ങളാണോ അഭിലാഷങ്ങളാണോ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ളത് അതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു കൊടുക്കുമെന്നാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഖൽബിന്റെ ഉള്ളില് നൂറ് വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന പ്രയാസങ്ങളുണ്ട്, ഒരുപാട് അഭിലാഷങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട് നടക്കാതെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ നടക്കാനുള്ള ഒറ്റ മൂലിയ
അല്ലാഹുവിലേക്കും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് കടന്നു വരാനാ. പടച്ചവനിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് വന്ന ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ഓരോന്നായി അല്ലാഹു മാറ്റിത്തരുന്നുണ്ട്. അഭിലാഷങ്ങൾ അല്ലാഹു സാധിപ്പിക്കുന്നുണ്ട്. നമുക്കറിയുമല്ലോ 10 ലക്ഷം ഹദീസുകൾ മനപ്പാഠമാക്കിയ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പാതിരാത്രിയിൽ നടന്നുകൊണ്ട് പോവുകയാണ്. ക്ഷീണിച്ചവശരായവര് അടുത്തുള്ളവര് പള്ളിയിലേക്കൊന്ന് കയറുന്നുണ്ട്. ആ സമയത്താണ് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആള് പറയുന്നു, ഇവിടെ കിടക്കാൻ പറ്റൂല, പള്ളി പൂട്ടണമെന്നാണ് തീരുമാനം എന്ന് പറയുമ്പോ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇറങ്ങി തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നടന്ന് പോകുമ്പോ മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലെ കാണുന്നുണ്ട്. മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലെ കാണുന്നുണ്ട്. ആ കണ്ട സ്ഥലത്തേക്കൊന്ന് ചെന്നുമ്പോ വീടിന്റെ വാതിലിൽ മുട്ടുമ്പോ വാതിൽ തുറക്കുന്ന മനുഷ്യനെ കണ്ടപ്പോ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഞാനൊന്ന് കിടന്നോട്ടെ. അദ്ദേഹം കിടക്കാനുള്ള സൗകര്യം ചെയ്തു. എല്ലാം ചെയ്തു കൊടുത്തപ്പോ ബഹുമാനപ്പെട്ടവർ അടുത്തിരിക്കുന്ന റൂമിലിരുന്നിട്ട് ദിക്ർ ചൊല്ലുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ അപ്പുറത്തൊന്ന് കേൾക്കുന്നുണ്ട് അസ്തഗ്ഫിറുല്ലാഹ്. നിർത്താതെ ചൊല്ലുകയാണ്. എന്തേ ഇവൻ ഇങ്ങനെ ചെല്ലുന്നത്? ഇത്രയ്ക്ക് വലിയ തെറ്റെന്തേ ചെയ്തു പോയത്? എന്ത് കുറ്റമാ ചെയ്തു പോയത്? അവിടെ നിന്ന് ചോദിച്ചു, മോനെ എന്ത് തെറ്റാ നിങ്ങൾ ചെയ്തത്? ആ സമയം പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഖൽബിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. എന്തേ ആഗ്രഹമെന്നറിയോ? റസൂലുള്ളാഹിന്റെ 10 ലക്ഷം ഹദീസുകൾ മനപ്പാഠമാക്കിയ അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്നൊരു മഹാമനുഷ്യനുണ്ട്. ആ മനുഷ്യനെ വന്ന് കാണണമെന്ന് എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഞാൻ അവിടെ നിന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നല്ലോ എന്ന് പറയുമ്പോ മഹാനുഭാവൻ പറയുകയാണ്, അഹ്മദ് ബിൻ ഹംബൽ, നിങ്ങളെ തിരക്കുന്ന ആ അഹ്മദ് ബിൻ ഹംബൽ ഞാനാ എന്ന് പറയുമ്പോ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് പറയാട്, അല്ലാഹുവേ ഇനി എനിക്ക് മരിച്ച കുഴപ്പമില്ല, എൻ്റെ റൂഹിനെ കൊണ്ടുപോയാ കുഴപ്പമില്ല, എൻ്റെ ആഗ്രഹം സഫലീകരിച്ചല്ലോ എന്നവിടെ പറഞ്ഞു പോകുമ്പോ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഉപ്പമാരോട് എൻ്റെ ഉമ്മമാരോട് പറയാ, ഏതു വലിയ പ്രയാസമാണോ, ഏതു വലിയ സങ്കടമാണോ, ഏതു വലിയ അഭിലാഷമാണോ, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ. അതിലൂടെ പടച്ചവന്റെ മുമ്പിൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന് മഹാനരായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തിട്ട് സ്വഹാബത്തിനോട് പറയാ, അതിലേക്ക് അടുത്തോ. കാരണം ഇവിടത്തെ ജീവിതം നൈമഷികമാ. ഇന്ന് കാണുന്നവരെ നാളെ കാണൂല. സ്വഹാബത്തേ, ഇന്നെന്റെ മുമ്പിൽ നിങ്ങൾ കടന്നിരിക്കുകയാണ്. നിങ്ങളുടെ മക്കളുണ്ട്, നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. നാളെ ഒരു പക്ഷേ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ ഈ പാവപ്പെട്ട സയ്യിദ് ഇബ്നു അസ്ലമിനെ കാണണമെന്നില്ല. നാളെ നിങ്ങൾ എൻ്റെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് ജന്നത്തുൽ ബഖീഇന്റെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്നിട്ട് കബറടക്കേണ്ടുന്നൊരവസ്ഥ വരുമല്ലോ. അതുകൊണ്ട് അതിനു മുമ്പായി എന്നെ പോലെ നിങ്ങൾ നന്മയിലേക്ക് വരാമെന്ന് ഒരുങ്ങിക്കോ. ചോദിക്കുന്നുള്ളൂ, ഇതേപോലെ ഇരിക്കൂലേ? എന്തെങ്കിലും ഉണ്ടാത്ത ഇതേപോലെ ഇരിക്കൂലേ? ഇൻഷാല്ലാ ഒരു പൈസ തരട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ ഖബൂലാക്കട്ടെ. ഈ ഇരുത്തത്തിന് പകരം സ്വർഗത്തിരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ മുമ്പിൽ ബക്കറ്റുമായി വരുന്നുണ്ട്. നിങ്ങൾ കൊണ്ടുവന്നതിൽ നല്ല ഹദിയ ആ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കണം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാ, അലീബനാത്ത് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു ക്യാൻസറാണ്. ചെറുപ്പക്കാരെ, നമ്മുടെ വിചാരം എന്താ, ഞാൻ ഇപ്പോഴൊന്നും പോകൂല. 20 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 26 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എൻ്റെ വാപ്പാക്ക് 110 വയസ്സുണ്ടായിരുന്നു. അത് വാപ്പാന്റെ വാപ്പാക്കല്ലേ. നീ എപ്പോഴാ പോവാന്ന് പറയാൻ പറ്റോ?
ഏത് സമയത്താ വിട പറയുന്നതെന്ന് പറയാൻ പറ്റോ? അലി ബനാത്തിനോട് പറഞ്ഞ് ക്യാൻസറാണ്, 3 മാസത്തെ അവധിയേ ഉള്ളൂ, 3 മാസത്തെ അവധിയേ ഉള്ളൂ. അലി ബനാത്ത് എന്ന് പറയുന്ന കോടീശ്വരൻ വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നിരുന്നിട്ട് പൊട്ടി പൊട്ടി കരയാൻ. ആ രോഗത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് ഒരു മരണ വാർത്ത കേൾക്കുന്നത്. തന്റെ കൂട്ടുകാരൻ, തന്റെ കൂടെ നടന്നിരുന്ന ചെറുപ്പക്കാരൻ, ഒരു രോഗവുമില്ല, പെട്ടെന്ന് ഇവിടെ പറഞ്ഞു പോയി. ആ മനുഷ്യന്റെ മയ്യത്ത് സംസ്കരണത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മയ്യത്തിന്റെ പുറത്ത് മണ്ണിട്ടിട്ട് ഈ അലി ബനാത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട പള്ളിയിലെ ഉസ്താദ് ചോദിച്ചു, മോനെ നീ എന്തിനാടാ ഇങ്ങനെ കരയുന്നത്? ഇദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, എനിക്ക് വിധി എഴുതിയിട്ടുള്ളത് കുറച്ച് ദിവസമാണ്, എനിക്ക് വിധി എഴുതിയിട്ടുള്ളത് കുറച്ച് ദിവസമാണ്, 3 മാസമാണ്. എനിക്ക് പാവുറപ്പ് പോയി, ഒരു രോഗമില്ലാത്ത എൻ്റെ കൂട്ടുകാരൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് തൻ്റെ കോടിക്കണക്കാന സമ്പത്തുകൾ മുഴുവനും എടുത്തുകൊണ്ട് പാവപ്പെട്ട ആഫ്രിക്കയിലെ മക്കൾക്ക് വേണ്ടി കൊണ്ടുകൊടുത്ത 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ. എന്തുകൊണ്ടാണ് എൻ്റെ യുവാക്കളെ ആ മനുഷ്യനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത വന്നത്? ഉദ്കുരിൽ മനിയ, മരിക്കുമെന്നുള്ളൊരു ചിന്ത കൽബിലേക്ക് വന്നപ്പോഴാണ്. നമുക്കൊരു ചിന്ത ഇപ്പോഴൊന്നും പോകൂലാൻ. تؤمل في الدنيا طويلا ولا تدري إذا جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير علة وكم من مريض عاش دهرا إلى دهري تؤمل في الدنيا طويلا ولا تدري. കാലാകാലം ഈ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? നേരം വെളുത്താൽ വൈകുന്നേരം, വൈകുന്നേരമായ പിന്നെ നേരം വെളുത്ത് നീ അങ്ങനെ എത്തുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു ഉറപ്പില്ല. എത്രയോ ആളുകൾ, നല്ല ആരോഗ്യമുള്ളവർ, എത്ര പെട്ടെന്ന് ഇവിടെ പറഞ്ഞു ഒരു രോഗമില്ല, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക. ചിന്തിച്ചു നോക്കി, എത്ര ചെറുപ്പക്കാരായി അടുത്ത് മരണപ്പെട്ട കാസർഗോഡ് ജില്ല ഈ ഭാഗത്തൊക്കെയായി എത്രയോ യുവാക്കളുടെ മരണം നമ്മൾ വായിച്ചതാണ്. ചിന്തിച്ചു നോയിക്കേ. എന്നാൽ രോഗം പിടിപെട്ട എത്രയോ ആളുകൾ കട്ടിലിൽ ഒരുപോലെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ചിന്തിക്കണം, ഓർമ്മ വേണം, എപ്പോഴായാലും നമ്മൾ പോകുമെന്നുള്ള. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ എൻ്റെ ചുറുചുറുക്കുള്ള അള്ളാഹു ആരോഗ്യം തന്ന എൻ്റെ പൊന്നുമോനെ, നിന്നോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ ദുനിയാവിൽ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴൊക്കെ നീ മനസ്സിലാക്കണമല്ല, എൻ്റെ 1 വയസ്സ് കഴിഞ്ഞല്ലോ. നമ്മളൊക്കെ എപ്പോഴാണ് ഒരുമിച്ച് കൂടുന്നത്? ഒരു ന്യൂ ഇയർ കടന്നു വന്നാൽ അടിച്ചു പൊളിക്കാൻ നമ്മൾ മുന്നോട്ടാണ്. ഏതെങ്കിലും മറ്റുള്ള ഒരു പ്രവർത്തനം വന്നാൽ അവിടെയും നമ്മൾ മുമ്പിലാ. എന്റെ ചെറുപ്പക്കാരെ, പടച്ചവന്റെ കാര്യത്തിൽ പിന്നോവസ്ഥയിലേക്ക് പോയത്? മോനെ, വയസ്സുകൾ ഇങ്ങനെ കടന്നു കൂടുകയാണ്. ഇന്ന് ചെറുപ്പക്കാര് മുഴുവനും രോഗികളായി കൊണ്ടിരിക്കുകയാ. മാസങ്ങളും വർഷങ്ങളും കടന്നു പോവുകയാ. മലദ്ദഹുറുവൽ അയ്യാമു വദംബു ഹാസിലു وجاء رسول الموت والقلب غافل نعيمك في الدنيا سرور وخسرة وعيشك في الدنيا محال وباطل 2020, 2022, 2023, 2024 കടന്നു പോയിട്ട് 2025 കാലെടുത്ത് വെച്ചിരിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് നന്മയുണ്ടോ? നമുക്ക് നിസ്കാരമുണ്ടോ? നമുക്ക് നോമ്പുണ്ടോ? നമുക്ക് സ്വതക്കയുണ്ടോ? വൽ ഖൽബു ഗാഫിലൂ
വജാ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലൂ. വാപ്പമാരെ, മരണത്തിന്റെ അടയാളങ്ങൾ കടന്നു വന്നു. കഴിഞ്ഞ കൊല്ലം പടച്ചവന്റെ പള്ളിയിൽ വന്ന് നല്ലതുപോലെ ഖുർആൻ ഓതിയവരുടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിരിക്കുകയാണ്. കാല് വളയുന്നില്ല, അത്തഹിയാത്തിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സങ്കടത്തോടുകൂടി കടക്കുമ്പോ മരണത്തിന്റെ അലാമത്തുകൾ വന്നിട്ട് പോലും വൽ ഖൽബു ഗാഫിലൂ, നമ്മുടെ താടി നരച്ചില്ലേ, ശരീരം ചുക്കിച്ചുളഞ്ഞില്ലേ? എന്റെ പുന്നാര വാപ്പാ, ഞാനും നിങ്ങളും അല്ലാഹുവേ ചെയ്തുകൊണ്ടിരുന്ന തിന്മയിൽ നിന്ന് മാറുന്നുണ്ടോ? തെറ്റിൽ നിന്ന് മാറുന്നുണ്ടോ? കുറ്റം പറച്ചിൽ കുറക്കുന്നുണ്ടോ? നമ്മൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ തിന്മകൾ മാത്രമായിട്ട് കടക്കല്ലേ. സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറയാ, ഇവിടത്തെ ജീവിതം ഒരു ജീവിതമേ അല്ല. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറു വഅബ്ഖാ. ഇവിടത്തെ ജീവിതം ഒരു ജീവിതമല്ലല്ലോ. കാലാകാലം ജീവിച്ചിരിക്കാനുള്ള സമയങ്ങൾ കടന്നു വരാൻ പോകുന്നതേ ഉള്ളൂ. എന്തിനേറെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ വാപ്പയോട് ചോദിക്കട്ടെ, വാപ്പ, നിങ്ങളുടെ വാപ്പ മരണപ്പെട്ട് 6 കൊല്ലം കഴിഞ്ഞവരുണ്ടല്ലോ, 30 കൊല്ലം കഴിഞ്ഞവരുണ്ടല്ലോ, 60 കൊല്ലം കഴിഞ്ഞവരുണ്ടല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര കൊല്ലം കൊണ്ടവർ ഖബറിൽ ഒരുപോലെ കിടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഖിയാമത്ത് നാൾ വരെ ഇതുപോലെ കിടക്കണമല്ലോ. നമ്മളും വിട പറഞ്ഞാൽ നമ്മളും ഇതുപോലെ ചെന്ന് കിടക്കാനുള്ളതാണ്. ഇവിടത്തെ ജീവിതത്തിലൂടെ സന്തോഷത്തിലൂടെ കിടക്കല്ലേ. നാളെ വരായിരിക്കും ഒരു ജീവിതത്തെ പറ്റി ഓർത്തോ, എങ്കിലേ നമുക്ക് രക്ഷയുള്ളവെന്ന്. ലോകത്തിന്റെ മണിദീപമേ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അതുകൊണ്ടൊരൊറ്റ ഓർമ്മ കൊണ്ടുവാ, നാളെ ഞാനില്ലെന്നൊരു ഓർമ്മ കൊണ്ടുവാ. നാളെ വഅദ് പറയുന്ന ഉസ്താദ് ഇവിടെ വരുമ്പോ അത് കേൾക്കാൻ ഞാനില്ലെന്ന് നിങ്ങൾ കരുതുക. ഇന്നിവിടെ നിന്ന് വഅദ് കഴിഞ്ഞിട്ട് നാളെ മലപ്പുറം ജില്ലയിൽ അരീക്കോടെന്ന് പറയുന്ന ആ സ്ഥലത്തിൽ ഞാൻ എത്തുമെന്ന് പറയാ എനിക്കുറപ്പില്ല. കാരണം എല്ലാ തീരുമാനവും അത് റബ്ബിന്റെ കയ്യിലാണ്, അത് പടച്ചവന്റെ കയ്യിലാണ്. എന്റെ പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് ഞാൻ ഒരു അനുഭവം പറഞ്ഞു തരാ. ഇത്രയും ഖുർആൻ ആയത്തുകൾ ഓതുമ്പോ അതിന്റെ ഇടയിൽ ഞാൻ ഒരേ ഒരു അനുഭവം പറയുന്നു. എന്തിനെന്നറിയോ? നിങ്ങൾ ചിന്തിക്കാനാ, നിങ്ങൾ മനസ്സിലാക്കാനാണ്. എന്റെ പ്രിയപ്പെട്ടൊരു കൂട്ടുകാരനുണ്ട്, പടച്ചവന്റെ ഖുർആൻ മുഴുവനും പഠിച്ചു മനപ്പാടമാക്കിയ ഒരു ഹാഫിളാ, ഖുർആൻ തഫ്സീർ വരെ ഓതിയവനാ. പക്ഷേ അദ്ദേഹത്തിന് 3 സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, 4 പേരാണ്, 4 സഹോദരിമാരാ. ബാപ്പ പെട്ടെന്ന് വിട പറഞ്ഞു പോയി. ഉസ്താദിന്റെ മുമ്പിൽ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് വന്നുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്കെന്റെ പെങ്ങന്മാർക്കും ബാപ്പയില്ലല്ലോ, അവരെ കെട്ടിക്കാൻ സമയമായല്ലോ, എന്റെ കയ്യിൽ ഒരു നിവർത്തിയുമില്ല. അതുകൊണ്ട് ഞാനന്ന് പ്രവാസ ലോകത്ത് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അവസരം തരുമോ? പ്രിയപ്പെട്ട ഗുരുനാഥൻ അവിടെ അവസരം കൊടുക്കുമ്പോ അല്ലാ, ഉമ്മയുടെ മുമ്പിലേക്ക് ഞാനും എൻ്റെ കൂട്ടുകാരനും കടന്നു പോവുകയാണ്. ചെന്നുകൊണ്ടവൻ ഉമ്മയോട് പറയുന്നു, ഉമ്മ, ടിക്കറ്റ് എടുക്കാനുള്ള കാശൊന്നും ഇല്ല ഉമ്മ, എങ്ങനെ പോകാനാ? ആ സമയമാണ് ആ ഉമ്മയുടെ കാതിലുണ്ടായിരുന്ന, കഴുത്തിലുണ്ടായിരുന്ന സ്വർണങ്ങള് ആ പൊന്നുമകന്റെ കയ്യിൽ ഊരിക്കൊടുക്കുമ്പോ നമ്മൾ 2 പേരും കൂടെ അത് കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു, കുറച്ച് കാശ് ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. അവിടെ നിന്ന് പ്രവാസ ലോകത്തേക്കൊന്ന് കടന്നുപോയി. അല്ലാഹുവേ,
ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഒരു സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തെ കൊല്ലം രണ്ടാമത്തെ, മൂന്നാമത്തെ കൊല്ലം മൂന്നാമത്തെ, ഓരോ സഹോദരിമാരുടെ കല്യാണം കഴിഞ്ഞു. അവസാനം സുബ്ഹാനല്ലാഹ് ഇനി ഒരേ ഒരു പെങ്ങളെ ബാക്കിയുള്ളൂ. സുഫൈദ എന്ന് പറയുന്ന പൊന്നുമോളെ ബാക്കിയുള്ളൂ. ആ പൊന്നുമോളെ വിളിച്ചിട്ട് പറയാണ്, അതാ മറ്റുള്ള ഒരു സഹോദരിമാർക്കും ലഭിക്കാത്ത ഒരു സൗഭാഗ്യം, മറ്റുള്ള ഒരു സഹോദരിമാർക്കും ലഭിക്കാത്ത സൗഭാഗ്യം നിനക്ക് ലഭിക്കാൻ പോവുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? അവരുടെ കല്യാണത്തിന് എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, നിക്കാഹിന് വരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പൊന്നുമോളെ സുഫൈദ, നിന്റെ കൈ പിടിച്ചു കൊടുക്കാൻ നിന്റെ ഇക്കാക്ക വരുമെന്ന് പറയുമ്പോ സ്നേഹത്തോടെ കാത്തിരുന്ന പൊന്നുമോള് എന്നെ ഫോൺ വിളിച്ചു, ഞാൻ ഇത്ര മണിക്ക് ഞാൻ എത്തും എയർപോർട്ടില് എന്ന് പറഞ്ഞു ഫോൺ വെച്ച പ്രിയപ്പെട്ട കൂട്ടുകാരനാട്. അതേ ഫോണിലേക്ക് കുറെ കഴിഞ്ഞപ്പോ വേറെ ഒരു കോളും കൂടെ വരുന്നുണ്ട്. ആരുടെയും അറിയില്ല, ഏതായാലും അവനാകുമെന്ന് പറഞ്ഞെടുക്കുമ്പോ ആ വിളിച്ചിട്ടുള്ള ആള് പറയാ, ഇന്ന ആളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. എന്നാ നിങ്ങളറിയോ, ഈ തൊട്ടടുത്ത് പ്രിയപ്പെട്ടവരെ എല്ലാ സാധന സാമഗ്രികളും വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മുഴുവൻ സാധന സാമഗ്രികളും മേടിച്ചിട്ട് തന്റെ വാഹനത്തിലൂടെ യാത്ര ചെയ്യുമ്പോ, ചുട്ടുപടുത്ത് കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കുമ്പോ വാഹനത്തിന്റെ ടയർ പൊട്ടിയിട്ട് വാഹനം തലകീഴായി മറിഞ്ഞിട്ട് നിങ്ങളെ വിളിച്ച ചെറുപ്പക്കാരൻ വിട പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ, കൽബ് പൊട്ടിപ്പോയി. ഈ തൊട്ടടുത്ത് കുറച്ചു നേരത്തെ മുമ്പേ വിളിച്ചിട്ട് അവിടന്ന് ഞാൻ ഇത്ര മണിക്ക് നാളെ എയർപോർട്ടിൽ എത്തുമെന്ന് പറഞ്ഞവനാ പിന്നെ വിളിക്കുന്ന കോളിൽ വന്നത് അവന്റെ മരണ വാർത്തയാണല്ലോ. ആർക്കാണ് ചെറുപ്പക്കാരാ ചിന്തിക്കാൻ പറ്റുന്നത്? അവന്റെ മരണ വാർത്തയാണ് കടന്നു വരുന്നത്. 12ാമത്തെ ദിവസം ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ആയിരക്കണക്കാന ഉസ്താദുമാരും മുത്തഅല്ലിമീങ്ങളും ആ വീട് മുഴുവനും വളഞ്ഞു നിപ്പുണ്ട്. പുന്നാര കൂട്ടുകാരനെ കൊണ്ടുവരുമ്പോ ഒരു നോക്കം കാണാ, എല്ലാവരും നിൽക്കുകയാണ്. ആ സമയമാണ് ഒരു കണ്ണാടിക്കൂട്ടില് പൊന്നുമകന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോ തന്റെ ഉമ്മയതാ ഓടി വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞ രംഗം ഇപ്പോഴും കൽബിലുണ്ട്. ഈ അടപ്പൊന്ന് മാറ്റുമോ? ഈ മൂടിയൊന്ന് മാറ്റുമോ? എന്റെ പൊന്നുമകന്റെ പൂമുഖത്ത് അവസാനമായി ഞാനൊരു മുത്തം കൊടുക്കട്ടെ, അവസാനമായി ഞാനൊരു മുത്തം കൊടുക്കട്ടെ. അതുകൊണ്ട് ഇതിൽ നിന്ന് മൂടിയൊന്നെടുത്തു മാറ്റോ? അവര് പറഞ്ഞു, ഇല്ല ഉമ്മ, മാറ്റാന് പറ്റൂല, ദിവസങ്ങളായി ഉമ്മ, അതുകൊണ്ട് കഴിയൂല ഉമ്മ. അവസാനം എല്ലാവരും നോക്കി നിൽക്കുമ്പോ ഇളയ പെങ്ങള് സുഫൈദ വരുന്നുണ്ട്. ആ പൊന്നമോള് നല്ലതുപോലെ വന്നിട്ട് അവിടെ നിന്ന് ചിരിക്കുകയാണ്. വല്ലാതെ ചിരിക്കുന്നുണ്ട്. സമനില തെറ്റിപ്പോയിരിക്കുകയാ. പെട്ടെന്ന് ഓർമ്മയും വരുന്നുണ്ട്. അവള് നിലവിളിച്ച് കരയുന്നു, ഇക്കാക്കാ, മറ്റൊരാൾക്കും ലഭിക്കാത്ത സൗഭാഗ്യം എനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്റെ ഈ കാക്ക ഒരക്ഷരം പോലും മിണ്ടാതെ ഇതുപോലെ നിങ്ങൾ കിടക്കാണോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ ചെറുപ്പക്കാരാ, മുഴുവൻ അഭിലാഷങ്ങളും നിന്നു പോന്ന, മുഴുവൻ ആഗ്രഹങ്ങളെയും മുറിച്ചു കളയുന്ന മരണമെന്ന് പറയുന്ന പ്രതിഭാസം നിന്റെ മുമ്പിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു വരുമെന്ന് ലോകത്തിന്റെ രാജകുമാരാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സമയത്തും നമ്മളിലേക്ക് വരാം. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പക്കാരോട് പറയാം, മോനെ, ദുനിയാവിനെ ഇമശികാൻ എന്നോടും കൂടെ പറയാം. പെട്ടെന്ന് നിന്നെപ്പോലെ ആരോഗ്യ ഉള്ള കാസർഗോഡല്ലേ, നമ്മള് കഴിഞ്ഞ കൊല്ലമാണോ അതിൻ്റെ മുമ്പത്തെ കൊല്ലമാണോ എനിക്ക് ഓർമ്മയില്ല, വലിയ വീടും വെച്ചിട്ട് പാലുകാച്ചിൻ്റെ കുടിയിരിപ്പിൻ്റെ അന്ന്
എല്ലാ ഉസ്താദുമാരും മൗലൂദിന് വന്നപ്പോൾ ചെറുപ്പക്കാരൻ്റെ മയ്യത്തല്ലേ കൊണ്ടുവച്ചത്, മയ്യത്തല്ലേ കൊണ്ടുവച്ചത്. ചിന്തിച്ചു നോക്കിക്കേ, അഭിലാഷങ്ങളൊക്കെ മുറിയും. ഇന്ന് പോകൂല, നാളെ പോകൂല എന്ന് പറഞ്ഞിട്ടിരിക്കണ്ട. അങ്ങനെ ഇരിക്കാമായിരുന്നെങ്കിൽ ആരുണ്ടാകണം? എന്റെയും നിങ്ങളുടെയും മുത്ത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പോയില്ലേ? ഇല്ലേ? ജല്ല ജലാലാമല്ലാഹ്, ജയം നിന്നിൽ മാത്രമല്ലാഹ്, ജനനം നിൻ ഖുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. ഒരുപാട് അമ്പിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ, അവരെല്ലാം മൗത്തായില്ലേ. ആഴം ഖബറിലല്ലേ, മരിക്കാതിരിക്കുമെങ്കിൽ ജീവിച്ചിരിക്കാമെങ്കിൽ മുത്ത് റസൂലവിടെ, ഉത്തമ നബിയവരെ. ഇല്ല ഒരാൾക്കുമില്ല അധികം ജീവിതമില്ല, എല്ലാ ഒരുവൻ വീതി, എല്ലാവർക്കുമുള്ള വീതി. ദുനിയാവിന്റെ പുറത്ത് എല്ലാവർക്കുള്ളൊരു വിധിയാണ് മരണം. ആ നമ്മൾ അധികം ചിന്തിക്കേണ്ട, നമ്മുടെ മുൻഗാമിയിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. വാപ്പയും നമ്മളുമായി ഒരുമിച്ചൊരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിരുന്നതാണ്. പോകാൻ ഇറങ്ങുന്നുമ്പോട്ട് വാപ്പ ലോകത്തോട് ഇവിടെ പറഞ്ഞു അല്ലേ, നിങ്ങളുടെ ഈ തൊട്ടടുത്ത് തന്നെയല്ലേ കല്യാണത്തിന്റെ പൂനാരിയായ പെണ്ണ് തലേ ദിവസം ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോൾ ഒരു ചോറ് ശ്വാസകോശത്തിൽപ്പെട്ടിട്ട് ഇവിടെ പറഞ്ഞില്ലേ, ആഗ്രഹങ്ങളെ മുറിച്ചു കളയുന്ന, അഭിലാഷങ്ങളെ മുറിച്ചു കളയുന്ന മരണം. അത് വരുമ്പോ എപ്പോഴായാലും വന്നോട്ടെ, പക്ഷെ നന്മ ഉണ്ടാകണം. അമലില്ല, നമുക്ക് ഒരുപാട് നന്മകളൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. വന്നതൊക്കെ ഏതൊക്കെയോ വഴിയിലൂടെ എങ്ങനെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടുള്ള സമയത്ത് ഞാൻ ആദ്യം എന്നോട് പറയാം, ഉള്ള സമയത്ത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താതെ, ഒരാളെയും ആക്ഷേപിക്കാതെ, നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്തുകൊണ്ട് കടന്നു വരിക. അതുകൊണ്ടാണ് അവിടെ നബിതങ്ങൾ പറയുന്നത്, സഹാബാ, മരണം മൗനിയായ ഉപദേശകനാണ്. സഹാബാ, ഉപ്പമാരെ, മരണം അത് മൗനിയായ ഉപദേശകനാണ്. മൗനമായി എന്നോടും നിങ്ങളോട് ഉപദേശം നടത്തുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളൊരു മയ്യത്ത് കാണാ, ഏതെങ്കിലും ഒരു മരിപ്പ് വീട്ടിലേക്കൊന്ന് കടന്നു പോയാൽ അല്ലാ അല്ലാ, ആ സമയം നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഇന്നലെ സുബഹിക്ക് എന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നിസ്കരിച്ചവനാണ് ഇന്നതാ മയ്യത്തായി കിടക്കുകയാ. റബ്ബേ, അവനിന്നെ നിസ്കരിക്കാൻ പറ്റൂല, അവന് നോമ്പ് നോക്കാൻ പറ്റൂല, അവന് സ്വതക്ക ചെയ്യാൻ പറ്റൂല. എനിക്കിന്നി അവസരമുണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് നിസ്കരിക്കുന്നു റബ്ബേ. മരണം അതാണ്, മൗനമായി നമുക്ക് ഉപദേശം തരാൻ. ചെന്ന് കാണുമ്പോ തന്നെ അങ്ങനെ പോയിട്ട് മുണ്ടും മാറ്റിയിട്ട് ആ മുഖത്തുള്ള തുണി മാറ്റിയിട്ട് അല്ലാ മനുഷ്യൻ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പോവലല്ല. ചിന്തിക്കണം, അവനിക്കിന്നി ഒന്നിനും പറ്റൂല, നിസ്കരിക്കാൻ പറ്റൂല, എല്ലാം അവസാനിച്ചു, ഒരു നന്മയുന്നി ചെയ്യാൻ പറ്റില്ല. ചിന്തിച്ചു നോക്കിക്കേ, നമ്മളതാ ചിന്തിക്കേണ്ടത്. റബ്ബേ, അവൻ കിടക്കാൻ, ഇനി അവനൊന്നും ചെയ്യാൻ പറ്റൂല. ചിന്തിച്ചു നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിക്കേ, നാളെ റബ്ബ് തആല നമ്മുടെ മരണം നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. എപ്പം മരിച്ചാലും നല്ല സ്ഥലത്ത് വെച്ച് നല്ല ദിവസത്തിൽ അള്ളാഹു നമ്മളെ മരിപ്പിക്കട്ടെ. അതും നല്ല ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ അള്ളാഹു നമ്മളെ എത്തിപ്പിച്ചു തരട്ടെ. എൻ്റെ കൂടെ ഉംറക്ക് വന്നൊരു ഉമ്മ ഉണ്ടായിരുന്നു. അപ്പം മരച്ചീനി കച്ചവടം ചെയ്തിട്ട്, ഇവിടെ എന്താ പറയുന്നത്, മരച്ചീനി കച്ചവടം ചെയ്തിട്ട് ആ ഉമ്മ വന്നതാണ്.
ആ ഉമ്മ വന്നിട്ട് അവസാനം മദീനത്തുനിന്ന് മടങ്ങുന്നതിന് മുമ്പിട്ട് പറഞ്ഞു, മോനെ എനിക്ക് മക്കളുമില്ല, ആരുമില്ല, എനിക്ക് ഇവിടെ ഒരു അവസരം കിട്ടിയാൽ ഞാൻ വലിയ ഭാഗ്യവതിയാണ്. നമ്മൾ വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് ആ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു. ആ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അവസാനം ഞാൻ അവിടെ നിന്ന് ബാക്കി എല്ലാവരും ഇങ്ങോട്ടത്തേക്ക് പോന്നു. ആ ഉമ്മയുടെ മയ്യത്തിന്റെ എല്ലാ കാര്യത്തിനോട് കൂടെ വേണമല്ലോ സഹോദരങ്ങൾ. അതാണ് ചില ആളുകൾക്ക് അള്ളാഹു നല്ല ഭാഗ്യം കൊടുക്കും പരിശുദ്ധമായ മണ്ണിൽ കിടക്കാൻ. അതുകൊണ്ട് ഓർമ്മിച്ചോ, നമ്മൾ പോകും വാപ്പാ. എത്ര ഖബറിന്റെ അരികിലൂടെ നമ്മൾ നടന്നു, അപ്പോഴൊന്നും നമുക്കൊരു പുച്ഛമാണ്. വാപ്പ ഇതെന്റെ വാപ്പാന്റെ ഖബറ, അവനടുത്ത് കാര്യം പറഞ്ഞങ്ങ് പോവാണ് എന്നല്ലാതെ റബ്ബേ എൻ്റെ ഉപ്പാണ് ഈ കിടക്കണത്, എത്ര കൊല്ലായി ഇങ്ങനെ കിടക്കുന്നു, നാളെ ഞാൻ ഇതുപോലെ വന്ന് കിടക്കണ്ടേ. മണ്ണിൽ നിന്ന് ജനിച്ച മനുഷ്യൻ മണ്ണിൽ തന്നെ ഉടയുന്നു, മണ്ണിലേക്ക് തന്നെ പോകേണ്ടി വരും, ഉറപ്പാണ്. അതുകൊണ്ടാണ് മരണം മൗനിയായ ഉപദേശകനെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ല, ആയിഷ ആത്മാവ് പോലും കരഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് ആയിഷ. ഒന്നാമതെപ്പോഴാണ് കരയുന്നത് എന്നറിയുമോ സഹോദരങ്ങളെ? ഞാനങ്ങ് വിട പറഞ്ഞു പോയാ, ഷബീർ ദാരിമി അങ്ങ് ലോകത്തോട് വിട പറഞ്ഞു പോയാൽ, ഇന്നിവിടെ നല്ലതുപോലെ ശബ്ദം തരുന്ന നമ്മുടെ മൈക്കിന്റെ ഓപ്പറേറ്റർമാരോ അല്ലെങ്കിൽ ഈ നാട്ടുകാരാരെങ്കിലും എന്റെ ജനാസയുടെ അരികത്ത് വന്നിട്ട് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ഖമീസ് ഉണ്ടല്ലോ, അതങ്ങ് ഊരി മാറ്റുമ്പോ ഞാൻ അവരോട് പറയുന്നൊരു വർത്തമാനമുണ്ട്, സഹോദരാ മെല്ലെ ഊരിയെടുക്കുമോ, എന്ത് വേദനയാ. മലക്കുൽ മൗത്തും കൂട്ടുകാരും കടന്നു വന്നിട്ട് ആത്മാവിനെ പിടിച്ചു വലിച്ചിട്ടുള്ള വേദന അത് മാറിയിട്ടില്ല. അതുകൊണ്ട് മെല്ലെ നിങ്ങൾ എന്റെ വസ്ത്രം ഊരിയെടുക്കണം. ഇതിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വരാനുള്ളതാണ്. രണ്ടാമതെപ്പോഴം എന്നറിയോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. രണ്ടാമതായിഷ കുളി നടന്നുകൊണ്ടിരിക്കുമ്പോ, മയ്യത്തിനെ കുളിപ്പിക്കുമ്പോ, അവിടെ യഥാ മയ്യത്തിന്റെ കാല് മടക്കി വെക്കുമ്പോ അഴുക്കു പോകാനൊന്ന് വയറ്റത്തു ഞെക്കുമ്പോ, നഖത്തിന്റെ അടിയിലുള്ള അഴുക്കെടുക്കുമ്പോ ആത്മാവ് വിളിച്ചു പറയാ, വയാ ഇഖ്വാനി, എന്നെ കുളിപ്പിക്കുന്നവരെ എന്നെ നിങ്ങൾ പിടിച്ചു കുലുക്കല്ല. ഞരമ്പുകളും മുഴുവനും വലിച്ചു മുറുക്കിയിട്ടിരിക്കുകയാ. വല്ലാത്ത മുറിവുകളാണ് ശരീരത്തില്. ആത്മാവ് വേർപിരിഞ്ഞ വേദനയിലാ ഞാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കല്ലേ, നിങ്ങൾ വല്ലാതെ സങ്കടപ്പെടുത്തല്ലേ എന്നാത്മാവ് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ആരെങ്കിലും കേൾക്കോ ചെറുപ്പക്കാരാ? ആരെങ്കിലും കേൾക്കുവോ വാപ്പമാരെ? ഇല്ലല്ലോ. അവസാനം മയ്യത്ത് കുളി കഴിഞ്ഞിട്ട് വീടിന്റെ ഏറ്റവും വലിയ ഹാളിന്റെ ഉള്ളില് എന്റെയോ നിങ്ങളുടെയോ മയ്യത്ത് കൊണ്ടുവെക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരുണ്ട്, നിന്നെ എല്ലാത്തിനും കൂടെ നടന്നിരുന്ന, നിന്നെ പള്ളിയിൽ പോകാൻ പോലും സമ്മതിക്കാതിരുന്ന, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ആവേശത്തോടെ നിന്നെ പിടിച്ചു കൊണ്ടുപോയിരുന്ന നിന്റെ കൂട്ടുകാരവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വലിയ ഹാളിൽ 3 കഷണം വെള്ളത്തുണി വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് നിന്നെ അങ്ങ് വെക്കുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്ക്. ഉപ്പമാരെ, നിങ്ങളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. കൊണ്ടുവന്ന വെള്ളത്തുണിയിൽ അങ്ങ് വെച്ചിട്ട് കാലിന്റെ ഭാഗത്തും ആളുകൾ കെട്ടുകയാണ്. കാരണം അവിടെ നിന്ന് യാത്ര പോകാ ഒരുങ്ങുകയാ. വാടക വേണ്ട, വിളിക്കാണ്ടൊന്നും ആവശ്യമില്ല, വാഹനം വീടിന്റെ മുമ്പിൽ റെഡിയാ, കൊണ്ടുപോകാനുള്ള ആളുകളും റെഡിയാ. അതുകൊണ്ട് നിന്നെ ഒരുക്കുന്നുണ്ടല്ലോ. കാല് കെട്ടുന്നുണ്ട്, അരഭാഗം കെട്ടുന്നുണ്ട്. ഇനി പൊതിയാന് ബാക്കിയുള്ളത് തലഭാഗമാണ്.
ഇനി പൊതിയാൻ ബാക്കിയുള്ളത് തലഭാഗമാ. തലഭാഗം പൊതിയാൻ വരുമ്പോ ആ സമയത്ത് പൊതിയുന്നവരെ വിളിച്ചിട്ട് പറയാ, വയാ ഇഖ്വാനീ, എന്റെ മയ്യത്ത് പൊതിയുന്ന എന്റെ കൂട്ടുകാരാ, ലാ തസുദ്ദ കഫന റഅസി ഹത്താ അറാ വജ്ഹ അഹ്ലി വഔലാദി. എന്റെ കാല് കെട്ടിയവരെ, എന്റെ അരഭാഗം പൊതിഞ്ഞവരെ, ഇനി പൊതിയാന് ബാക്കിയുള്ളത് തലഭാഗമാണ്. ഇനി പൊതിയാൻ ബാക്കിയുള്ളത് തലഭാഗമാ. ഇതവസാനത്തെ കാഴ്ചയാ. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് കണ്ടോട്ടെ, എന്റെ മക്കളൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ ആത്മാവ് കരയുന്ന ഒരു സമയമുണ്ട് ആയിഷ. അതാരും കാണാറില്ലല്ലോ. അവസാനം അവിടെ നിന്ന് ആത്മാവ് നോക്കുകയാണ്. എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരുണ്ട്, നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. ഒരു ഭാഗത്ത് തന്റെ പ്രിയപ്പെട്ട മക്കള്, അനാഥ മക്കളായ പൊന്നുമക്കള്, ഒരു ഭാഗത്ത് വാപ്പയുടെ വേർപാടിൽ വിതുമ്പി വിതുമ്പി കരയുന്നുണ്ട്. അല്ലാഹുവേ, മറുഭാഗത്ത് പ്രിയപ്പെട്ടവള് വിധവയായിരിക്കുകയാണ്. അവളും പ്രിയപ്പെട്ടവനെ ഓർത്തുകൊണ്ട് നെടുവേർപ്പെടുകയാണ്. ഒരു ഭാഗത്ത് പ്രസവിച്ച ഉമ്മ നിന്നുകൊണ്ട് കരയുന്നുണ്ട്. ഒരു ഭാഗത്തു മകന്റെ മയ്യത്തിന്റെ ചാരത്ത് പ്രിയപ്പെട്ട ഉപ്പ വന്നിട്ടു നിൽക്കുന്നുണ്ട്. ആ സമയമാണ് വിളിച്ചു പറയുന്നത്, വതറക്തു ഔലാദീ ഉത്തമാ, എന്റെ ജനാസ കാണാൻ വന്നവരെ, എന്റെ ജനാസ കാണാൻ വന്നവരെ, എന്റെ പൊന്നുമക്കളെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. എന്റെ പൊന്നുമക്കളെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു. ഇന്ന് മുതൽ അവരനാഥ മക്കളാണ്. ഇന്ന് മുതൽ അവരനാഥ മക്കളാണ്. എന്റെ ഭാര്യ ഒരു ഭാഗത്തിരുന്നിട്ട് അവള് കരയുന്നുണ്ട്. അവൾ ഇന്ന് മുതൽ വിധവയാണ്. എന്റെ പൊന്നാര മക്കളെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ. ആ പൊന്നുമക്കള് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ ബാപ്പയില്ലാത്ത മക്കളെന്ന് പറഞ്ഞിട്ട് നിങ്ങളവരെ ആട്ടി ഓടിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവളെങ്കാണം ഒന്ന് പുറത്തിറങ്ങിയ അവളെ മോശക്കാരിയാക്കി നിങ്ങൾ ചിത്രീകരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് യാത്ര തിരിക്കാം നേരത്ത് എല്ലാവരോടും സലാം പറയുകയാണ്. എല്ലാവരോടും സലാം പറയുകയാ. എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പറയുന്നവരാണ് നമ്മള്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. എൻ്റെ പുന്നാര മക്കളോട് യാത്ര പറഞ്ഞതാണ്. 12 വയസ്സുള്ള മകനോടും 5 വയസ്സുള്ള മകളോടും എപ്പോഴും വിളിക്കുമ്പോ ഇപ്പൊ വരും നാളെ വരുമെന്ന് പറഞ്ഞു പൊന്നുമക്കളെ സമാധാനപ്പെടുത്തുന്ന ഉപ്പമാരല്ലേ നമ്മള്. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് പോകുന്നവര് ഒരിക്കലും തിരിച്ചു വരാത്തവർ യാത്രയ്ക്ക് വേണ്ടി പോവാട്. ബാപ്പയുടെ ആത്മാവ് പറയാ, ബാപ്പ പോവാ, ഇനി തിരിച്ചു വരൂല്ല, ഇനി ബാപ്പ ഇനി വരൂല്ല എന്ന് പറയുമ്പോഴേക്കതാ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. അതാ മയ്യത്ത് ചുമക്കുന്നവരോട് ആയിഷ ആത്മാവ് പറയുന്നൊന്നു നിൽക്കുമോ? എന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്നാരോ കരയുന്നുണ്ട്. അതെന്റെ മക്കളാണോ? അതെന്റെ ഭാര്യയാണോ? അതെന്റെ സഹോദരങ്ങളാണോ? അവസാനമായി ഞാൻ അവരുടെ കരച്ചിലൊന്ന് കേൾക്കട്ടെ. ആര് കേൾക്കാനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പറഞ്ഞ് പരിശുദ്ധമാക്കപ്പെട്ട കലിമ ചൊല്ലിയിട്ട് അവിടുന്ന് മയ്യത്ത് കൊണ്ട് നടക്കുകയാണ്. ആ നടക്കുന്നവരെ വിളിച്ചിട്ടൊരു ഉപദേശമാ, വയാ ഹിബ്ബായി വയാ ഇഖ്വാനി, എന്റെ മയ്യത്തും ചുമന്നുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ചള്ളം കയത്തുള്ള എന്റെ പൊന്നുമോനെ, ഫലാ തഗുറന്നകുമുദ്ദുനിയാ കമാ ഗറതനീ, എന്നെ ദുനിയാവെന്നെ ചതിച്ചടാ, എന്നെ ദുനിയാവെന്നെ വഞ്ചിച്ചടാ, എനിക്കിന്നെ നിസ്കരിക്കാൻ പറ്റൂല, എനിക്കിന്നി നോമ്പ് നോക്കാൻ പറ്റൂല, അവസരങ്ങൾ കിട്ടിയത് മുഴുവനും ഞാൻ പാഴാക്കിയല്ലോ, അതുകൊണ്ട് എന്നെ ദുനിയാവ് ചതിച്ചു, നിനക്കിന്നിയും അല്ലാഹു അവസരം തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ നിസ്കരിച്ചോ, നീ നോമ്പ് നോറ്റോ, അല്ലാഹു നിനക്ക് തന്ന ആരോഗ്യത്തെ നീ ഒന്ന് സൂക്ഷിച്ചോ, എനിക്കിന്നി ഒന്നും പറ്റൂല, എന്നെ ചതിച്ചടാ ദുനിയാവ് എന്ന് പറഞ്ഞിട്ട് അവസാനം കൊണ്ടു നടക്കുന്നവരോടും ഉപദേശം കൊടുക്കുന്നു ആയിഷ. മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിലേക്ക് വെക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനമല്ലേ, മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചിട്ട് ചില ആളുകൾ മയ്യത്ത് നിസ്കരിച്ചിട്ട് പെട്ടെന്ന് പുറത്തങ്ങിറങ്ങുമ്പോ ആത്മാവ് പറയുന്നു, എവിടെ പോവാ, നിന്നെ പോലെ ഒരുപാട് തിരക്ക് എനിക്കുണ്ടായിരുന്നു, നിന്നെ പോലെ ഒരുപാട് കച്ചവടം എനിക്കുണ്ടായിരുന്നു, നിന്നെ പോലെ ഒരുപാട് സാന്ത്വനത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാ എനിക്കും കഴിഞ്ഞിരുന്നു, ഇനി എനിക്ക് പറ്റൂല, ഇനി എനിക്കെന്റെ കച്ചവടമില്ല, എന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം എനിക്കൊരുമിച്ചിരിക്കാൻ പറ്റൂല, അതുകൊണ്ട് പോകല്ലേ, അവസാനം എനിക്ക് കിടക്കാനുള്ളൊരു വീടുണ്ട്, ആ വീട് കൂടൊന്ന് കണ്ടിട്ട് പൊക്കോ, അവസാനം എനിക്ക് കിടക്കാനുള്ള വീട്, ആ വീട് കൂടെ കണ്ടിട്ട് പൊക്കോ. സഹോദരാ, വീട്ടിൽ നിങ്ങൾ ചെയ്ത നന്മകളല്ലാതൊന്നുമില്ല, പരം വിധിച്ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട്, നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ, നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ, കബറെന്ന ഭയങ്കര വീട്ടിലെ, വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചെന്നു കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്, ഇലയും മേ തണ്ണീരതും ചേർത്തു മണ്ണതിനാല് അടവാക്കും വീടവീനെ ഓറിലേ, കനമേറും ഇസാങ്കല്ലും മണ്ണും മതിലുമീതേ മറമാടും ഖബറുബഹു ജോറിലേ, ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോ, ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോ, അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നിലാരെന്ന, ഉലകത്തിൽ തണി എന്നിലാരെന്ന. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഭാര്യ ഒരു ചോദ്യമാ, ഇനി എനിക്കാരാട്, ഇനി എന്നെ നോക്കാനാരാ, ഏതു ഭാര്യയാണ് എന്റെ പ്രിയപ്പെട്ടവന്റെ കബറിന്റെ അവസ്ഥ എന്താണ്, അവിടെ ഇനി ആരാ ഉള്ളത്, എന്റെ പെങ്ങളെ,
നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോ, അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണി എന്നീലാരെന്ന. ഏത് പെങ്ങളാ പറയുന്നത്? എന്റെ ഭർത്താവിന് ഇനി ആരാ ഉള്ളത്, എന്നെ നോക്കാൻ ആരാ ഉള്ളത്? പെങ്ങളെ, നമുക്കെല്ലാവരുമുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളുണ്ട്. പക്ഷേ ആ കബറിടത്തിലേക്ക് വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ചു കൊണ്ടുപോയ നിന്റെ ഭർത്താവിന് ഇനി എന്തേ ഉള്ളത്? അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പോകല്ലേ. ഇന്നു മുതൽ എനിക്ക് കിടക്കാനുള്ളൊരു വീട്, ആ ഒരു വീട് കൂടെ കാണാതെ പോകല്ലേ. അവസാനം എല്ലാവരും കൂടെ കൊണ്ടുവന്നിട്ട് മയ്യത്ത് കൊണ്ടുവന്നിട്ട് പള്ളിപ്പറമ്പിൽ വെച്ചു മണ്ണിട്ട് മൂടുകയാ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ എന്ന് പറഞ്ഞ് പിടിമണ്ണ് വാരിയിട്ട് എല്ലാവരും അങ്ങ് പിരിയുമായിഷ. ആ ഒരു സമയത്ത് മക്കളവിടെ ഉമ്മാന്റെ പുറത്ത് മണ്ണിട്ട് പിരിയുമ്പോ, ബാപ്പയുടെ പുറത്ത് മണ്ണിട്ട് പിരിയുമ്പോ ബാപ്പ വിളിക്കുന്നു, മക്കളെ നിങ്ങൾ പോവാണോ? വനഹ്നു ഫീ ഗുർബതിനാ, ഈ ഖബറിന്റെ ഉള്ളിൽ വല്ലാത്ത കൂരിരുട്ടാണ് മോനെ. ഉമ്മാനെ മറക്കല്ലേ, ബാപ്പയെ മറക്കല്ലേ. നിങ്ങൾ ഞങ്ങളെ ഓർക്കണേ, നിങ്ങൾ ഞങ്ങളെ ഇഷ്ടം വെച്ച് കൊണ്ടുവരണേ, ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവര് വിളിച്ചു പറയും, ആയിഷ. അതുകൊണ്ടാ നബി തങ്ങൾ പറയുന്നത്, മരണം മൗനിയായ ഉപദേശകൻ എന്നാണ്. ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ മഹനീയമായ ഈ മജ്‌ലിസിൽ ഇത്രയും നേരം നിറഞ്ഞ മനസ്സോടെ ഒരുമിച്ച് കൂടിയിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എൻ്റെ ഉമ്മമാരോട് പറയാ, ഒന്നാമത്തെ കാര്യം നാളത്തേക്ക് വേണ്ടി അല്ലാഹുവിലേക്ക് അടുക്കലാ. രണ്ടാമത്തെ ഖുർആൻ ഓതലാ. മൂന്നാമത്തത് ഇസ്തിഗ്ഫാർ ചൊല്ലലാ. നാലാമത്തത് മരണത്തെ പറ്റി ഓർക്കലാണ്. ഈ നാല് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറയുകയാണ്, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചുവല്ലോ സ്വഹാബ. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തില്, ആ ഒരു ആനന്ദത്തില് നിങ്ങൾ കടന്നു വരണമെന്ന് മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറയുമ്പോ, എൻ്റെ ഉപ്പമാരെ, ചെറുപ്പക്കാരാ, ഇത്രയും നേരം ഖബറിനെ പറ്റി മരണത്തെ പറ്റിയൊക്കെ കേട്ടുപോയ എൻ്റെ കൂട്ടുകാരൊരു തീരുമാനമെടുക്കുക. 20 വയസ്സും 22 വയസ്സും 23 വയസ്സുമല്ലേ പ്രായമുള്ളൂ. റബ്ബേ, ഇന്ന് മുതൽ ഒരു ഇബാദത്തും ഞാൻ മുടക്കില്ല. എൻ്റെ ബാപ്പയെ കുറ്റപ്പെടുത്തില്ല, എൻ്റെ ഉമ്മയെ കുറ്റപ്പെടുത്തില്ല, അവരെ ഞാൻ കളിയാക്കില്ല. ലഹരിമരം നിന്റെ പിന്നാമ്പറങ്ങളിലൂടെ കടന്നു പോകൂല. ചെറുപ്പക്കാരാ, കാലഘട്ടം മോശമായി കൊണ്ടിരിക്കുകയാണ്. നിന്റെ ബാപ്പക്കും നിന്റെ ഉമ്മക്കും വീടിന്റെ അകത്തട്ടിൽ കിടന്നുറങ്ങാൻ പേടിയാ. നബി തങ്ങൾ പറഞ്ഞല്ലോ, ലഹരി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും മാതാവാണ്, എല്ലാത്തിൻ്റെയും മാതാവാണ്, ഉമ്മുൽ ഖബായിസാണ്. ആ ഒരു ലഹരി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന അവനിക്ക് അവന്റെ ബാപ്പയെ ബാപ്പയെന്ന് പറയാൻ പറ്റൂല, അവന്റെ ഉമ്മയാണെന്ന് പറയാൻ പറ്റൂല, അവന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ ഇതെന്റെ പെങ്ങളാണെന്ന് പറയാൻ പറ്റൂല. ലഹരി എല്ലാത്തിൻ്റെയും മാതാവാ. അതുകൊണ്ടല്ലേ കുഞ്ഞനുജന്റെ തലക്കടിക്കാൻ കഴിയാതെ ആ മുഖത്തേക്ക് നോക്കിയപ്പോ സങ്കടം
സങ്കടം വന്ന ചെറുപ്പക്കാരൻ ധൈര്യം കിട്ടാ കള്ളു കുടിക്കാൻ ലഹരി ഉപയോഗിക്കാൻ കടന്നു പോയത്. അതുകൊണ്ട് ഉപേക്ഷിക്കണം ചെറുപ്പക്കാരാ. ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി നാളെ പടച്ചവന്റെ മുമ്പിൽ സന്തോഷത്തോടെ കഴിയാ. അതിനു വേണ്ടി മുന്നോട്ട് വന്നോ. റബ്ബിന്റെ പൊരുത്തം നേടിക്കോ. ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തം നേടിക്കോ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താ. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ.